ഹേ ഗൈസ്, അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് നമ്മളെ ഫാമിലി ആയിട്ടൊന്ന് പുറത്തോട്ട് പോയിട്ട് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചും അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ. ബീച്ചിൽ പോകുന്നതിന് മുമ്പേ മീൻ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കുട്ടി നേരെ വന്നത് നമ്മളെ മീൻ മാർക്കറ്റിലേക്കാട്ടാ. നോക്കുമ്പോഴാണെങ്കിലോ ഇവിടുത്തെ ചേട്ടന്മാർക്ക് പോയിട്ട് തിരിച്ചു വരും. കാരണം വേറെ ഒന്നല്ല കേട്ടാ, കുറച്ച് പൂച്ചകളും പരുന്തുകളും അല്ലാണ്ട് മീനൊന്നും അവിടെ ഇല്ല നട്ടാ. അവർ പറഞ്ഞ സമയം ഒരുപാടായിപ്പോയെങ്കിലും നമ്മളെ ബീച്ചിലേക്ക് കാർ ഇറക്കിയിട്ടുണ്ട്. ബീച്ചിന്റെ ഓരോ ഭാഗത്തേക്കായിട്ട് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഞാനും അമ്മയും അനിയനും ഏച്ചിയെല്ലാം കൂടി തെറിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമ്മയുടെ അനിയന്റെ ഈ സന്തോഷം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവട്ടെ. കുറേ നാളായിട്ട് നമ്മള് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോയി ഫാമിലി ആയിട്ടാ പോയതെങ്കിലും നമ്മളെ വൈബിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് കുറേ നേരം കടലിലൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ നേരെ നമ്മളെ വാക്വേയിൽ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ സീസോ 10ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ ആ ചെറിയ പിള്ളേരപ്പുറം നിന്ന് ഇറങ്ങി കളിക്കുന്നു. ഇവന്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ അറിയുന്നത് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് ഇത്ര സെറ്റപ്പായ കാര്യട്ടാ. വീഡിയോസിൽ മാത്രമല്ലാണ്ട് ഞാൻ നേരിട്ട് ഇതുവരെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും അച്ഛനെല്ലാം കൂടി കുറേ നേരം നടന്നു കേട്ടോ. അതിലൂടെ എന്തൊരു സമാധാനം, നല്ല തണുത്ത കാറ്റും അപ്പുറത്ത് അടിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് പോയാൽ അടിച്ചു വിളിക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ണൂരിലെ സ്പോട്ടായിട്ട് നമ്മളെ മുഴപ്പിലങ്ങാട് ബീച്ച്. അങ്ങനെ കുറേ ദൂരം നടന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല കേട്ടാ. അപ്പൊ നമ്മളെ വീഡിയോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.